മുത്തുമണീസ്, അസ്സലാമു അലൈക്കും. നമ്മളിതാ ഇന്ന് എണ്ണയില്ലാതെ ചുട്ടെടുക്കാൻ പറ്റിയ ഹെൽത്തി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ നോമ്പ് തുറക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി പലഹാരം. നോമ്പ് തുറക്കും, അല്ലാത്തപ്പോഴും നോമ്പ് തുറക്കുമ്പോഴേക്കും, അല്ലാത്തപ്പോഴും ആരെങ്കിലും വരുമ്പോഴൊക്കെ എണ്ണയില്ലാത്ത നല്ലൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുണ്ട്. ഹെൽത്തിയാണ്, പച്ചക്കറി എല്ലാം കൂടി ചേർത്തതായതുകൊണ്ട് ഇത് നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഹെൽത്തി ഫുഡ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ്. മൈദയിലും ഗോതമ്പത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മൈദയിലാണ് ചെയ്തത് കേട്ടോ. കപ്പ് കണക്കാക്കി എടുത്താൽ മതി. ഞാൻ കുറച്ചാളായപ്പോൾ ഞാൻ കയ്യിൽ കണക്കാക്കിയിട്ട് എടുത്തത് കേട്ടോ. ഒരു കപ്പ് കണക്കാക്കിയിട്ട് ഒരു കപ്പിൽ എടുക്കുക. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂടുതലും കുറച്ചൊക്കെ എടുക്കട്ടോ. ഹെൽത്തി ഫുഡായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയണത് കേട്ടോ. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ എത്ര എടുത്തുവെച്ചാൽ ഒരു കപ്പാണെങ്കിൽ അതിൽ 1.25 കപ്പ് വെള്ളം ഒഴിക്കട്ട. അതിലേക്ക് നമ്മളൊരു മുട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അത് അടിച്ച് ഒഴിക്കണം കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് പാത്രത്തിലോട്ട് പാർന്നൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചുട്ടെടുക്കാനൊക്കെ നമുക്ക് ഈസി കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് അതിനൊരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. നമ്മൾ ചെയ്യണ ദോശം പോലെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ല, ഈ കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ആ മാവൊന്ന് ചുട്ടെടുക്കണം കേട്ടോ. അതിന് ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 തവി മാവാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ മാവ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുത്താൽ അത്യാവശ്യം പരന്നിട്ട് കിട്ടും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുത്താൽ മതിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര നിങ്ങൾക്ക് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അത്രയും നമുക്ക് ചുട്ടെടുക്കാം. ഒരു അപ്പത്തിൽ ഒരു പലഹാരമാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് അതൊക്കെ ചുട്ട് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ഇത്തിരി മയനൈസും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മയനൈസ് നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ റെസിപ്പി ഒന്നും പറയണില്ല. മുട്ട പുഴുങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മയനൈസ് ഉണ്ടാക്കണേ. 4 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. അതിലോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഞാൻ ആ മയനൈസ് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. പാകം തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ളൊരു മിക്സ് തയ്യാറാക്കാണ്ട്, പലഹാരം നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട പൊട്ടിച്ച് അതിലേക്കും നമ്മൾ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യണത്. ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ഇത്തിരി മല്ലിയിലയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. മല്ലിയില അരിഞ്ഞതും കൂടി ആഡ് ചെയ്തിട്ട് ആ മിക്സ് നല്ലോണം ഒന്ന് ഇളക്കി ജോയിൻ്റാക്കി മിക്സാക്കി വെക്കണം. 2 ടേബിൾ സ്പൂൺ മൈദ മാവ് എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇത്തിരി ഗം ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള പച്ചക്കറി റെഡിയാക്കാം. ക്യാരറ്റ് ഇട്ട് അത്യാവശ്യം 1 കപ്പ് ക്യാരറ്റ് നല്ല സ്ലൈസ് ആക്കിയത് അരിഞ്ഞത് ചോപ്പ് ചെയ്തതാണ്. പിന്നെ നമ്മൾ കാബേജാണ് ഇട്ടത്. അതും 1 കപ്പ് കാബേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 കപ്പ് വരെ ക്യാപ്സിക്കം അരിഞ്ഞിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു വലിയ തക്കാളി സ്ലൈസ് ആക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്ത് അതും ഇട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചപ്പാണ്. കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കത്തിന് പകരം നമുക്ക് മുളകും ഇട്ട് കൊടുക്കട്ടെ. പച്ചമുളകും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത് ഇതിലേക്ക് പിച്ച് സ്ലൈസ് ആക്കി ഇട്ട് കൊടുക്കണം. നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താലും മതി. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മയോനൈസ് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ അതിലേക്ക് കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാ. കെച്ചപ്പ് ആയാലും പറ്റും, സോസ് ആയാലും പറ്റൂട്ടാ. നമ്മളിവിടെ കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത്. സോസ് ആയാലും കെച്ചപ്പായാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏത് വേണേലും ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു മയനൈസിൻ്റെ ടേസ്റ്റ് അല്ല, ഒരു ഷവർമൻ്റെ ടേസ്റ്റ്. മയനൈസിൻ്റെ എല്ലാം കൂടി ടേസ്റ്റ് വന്നിട്ട് ഒരു ഷവർമൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൽ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പഴിച്ചു പോയതാണ്. ഞാൻ മാറ്റി എഡിറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കുക. അപ്പോൾ അതേ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് ഹെൽത്തി ഫുഡ് പറഞ്ഞാൽ ഹെൽത്തി ഫുഡ് തന്നെയാണ്. എന്താ വെച്ചാൽ എല്ലാ പച്ചക്കറിയും കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. പിന്നെ നമ്മൾ എണ്ണയിലല്ലല്ലോ പൊരിക്കണത്, നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ.
ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. നമുക്ക് വയ്യ കാണിക്കാട്ടോ. ഇതിൽ നമ്മൾ ഷവർമയിലൊക്കെ ഇടണേക്കാളും കൂടുതൽ പച്ചക്കറികളും എല്ലാ സാധനങ്ങളും കൂടുതൽ ഇട്ടതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെ ഇട്ടാം. അപ്പോൾ ഇതേ നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ പിന്നെ ദോശ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 4 ഭാഗത്തിൽ ഒരു ഭാഗം വൺ സൈഡ് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. 4 ഭാഗത്തിന് ഒരു ഹാഫ് പോർഷന് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഫസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഹാഫ് പോർഷൻ നമ്മളിങ്ങനെ ഫസ്റ്റ് തന്നെ ഒന്ന് കട്ട് ചെയ്തൊക്കെയാണ്, കീറാതെ നല്ല വട്ടത്തിൽ ജസ്റ്റ് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കേക്ക് കട്ടറില്ലേ അത് വെച്ചിട്ടോ ചെയ്താൽ മതിട്ടാ. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതാ ഒരു ഹാഫ് പോർഷനാണ് കട്ട് ചെയ്യണേ. ഹാഫിൻ്റെ ഹാഫ് 4 ഭാഗത്തിലൊരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യണേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റുഭാഗം നമ്മൾ പിന്നെ മൈദമാവ് തേച്ച് കൊടുക്കണേ. അങ്ങനെ നമ്മൾ ദോശയുടെ മൊത്തം ചുറ്റുഭാഗം മൈദമാവ് തേച്ചിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഈ മൈദമാവ് തേച്ച് സെറ്റാക്കി എടുത്ത് ഈ ദോശയിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ ദോശ മൊത്തം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മിക്സ്. നമുക്കിത് 4th ലെയറിലാണ് ഇത് വരുന്നത് കേട്ടോ. മടക്കായിട്ടാണ് വരുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഈ 4 ലെയറിൽ നമ്മൾ ഈ മൊത്തം ദോശയിൽ മൊത്തം നമ്മുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇത് നമ്മൾ കട്ട് ചെയ്തില്ല ആ വൺ സൈഡ് ഫസ്റ്റ് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ മൈദയുടെ മാവിൻ്റെ മൈദൻ്റെ അതിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയർ കഴിഞ്ഞ് ഇനി സെക്കൻഡ് ലെയർ ചെയ്ത് നമ്മളിതാ 3ാമത്തെ ലെയറാണ് ഇങ്ങോട്ട് മടക്കി കൊടുത്ത് അങ്ങനെ 3ാമത്തെ ലെയറുമായി. പിന്നെ 4th ലെയറാണ് ചെയ്യാൻ പോണത്. ഇത് അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാണ്ടാവും കേട്ടോ. ഷവർമ ഒക്കെ കഴിക്കണ പോലുള്ള അതേ ടേസ്റ്റിൽ തന്നെയാണ്. ഇതൊരു വെറൈറ്റി മോഡലിലാണ് എന്നുള്ളൂ, അല്ലാത്തത് അതുപോലെയൊക്കെയുള്ളൊരു ടേസ്റ്റ് തന്നെ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, എല്ലാം കൂടിയുള്ളൊരു ടേസ്റ്റ് ആയിട്ട്. അപ്പം നമ്മളത് അഥവാ അതിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പൊട്ടൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം കൂടി ഒന്ന് നമ്മൾ മൈദ മിക്സ് കൊടുത്തിട്ട് മൈദൻ്റെ മാവ് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കണത് നല്ലതാണ് കേട്ടോ. അങ്ങനെ പുറത്തോട്ട് വരാതിരിക്കാനൊക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇതിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് കൂടി എല്ലാം ഇങ്ങനെ മടക്കി എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതേ ഓരോന്നും നമ്മൾ അതിനിടയിൽ വെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ള ക്യാമറയുടെ ലൈറ്റ് ഒന്ന് ഓഫായിട്ട് അതാ നമ്മളിവിടെ എല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ ഗ്യാസിൽ വെച്ചിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട്, ഓയിലുള്ള വെളിച്ചെണ്ണ എന്ത് വേണേലും ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുക. അതിൻ്റെ മേലെ നമ്മൾ എന്താ ചെയ്യണം, നമ്മളതിനിടയിൽ ഒരു മുട്ടേൻ്റെ മിക്സ് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ അല്ലേ. ചപ്പും കുരുമുളകും മുട്ടയും കൂടി അടിച്ചിട്ടൊരു മുട്ടയുടെ മിക്സ് ഉണ്ടാക്കി വെച്ചിരുന്നു. അതൊരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തടവി കൊടുക്കട്ടെ. നല്ലോണം വെച്ചിട്ട് പിന്നെ ആ ഭാഗത്തോ മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് ഈ ഭാഗത്തൊക്കെ ആക്കി ഭാഗം തിരിച്ചും മറിച്ചിട്ട് വേവാവണ വരെ ഇത് പാനിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു മൊരിഞ്ഞ കളറാകണത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ സെറ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. ഇതിൻ്റെ ഉള്ളൊക്കെ 4 ലെയറിലാണ് ഇത് വരുന്നത്. ഹെൽത്തി ഫുഡാണ്. എന്താ വെച്ചാൽ പച്ചക്കറിയും എല്ലാം ഇട്ടിട്ടുള്ള മുട്ടയും ന്യൂട്രീഷൻ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു പിന്നെ എണ്ണയിൽ മുക്കി പൊരിക്കാത്തൊരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ അതേ നമ്മുടെ പലഹാരം ഇവിടെ മുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടില്ല, ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല തിക്നെസ്സും ഉണ്ട്. മസാലയും മിക്സൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നതുകൊണ്ട് നമുക്ക് ശരീരത്തിന് കേടില്ലാത്ത എണ്ണയിൽ മുക്കി പൊരിക്കാത്ത പലഹാരം ആയതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കും അസുഖങ്ങളുള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഈ പലഹാരം ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.